നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചി സുധീഷിനോട് പറഞ്ഞു ഒരു പേനയും പേപ്പറും എടുത്തോണ്ട് വരാൻ. അങ്ങനെ സുധീഷ് പേനയും പേപ്പറും എടുത്തോണ്ട് വന്നപ്പോ സച്ചി അതങ്ങോട്ട് വാങ്ങി. അതിനുശേഷം അവിടെ മാറി നിന്നിരുന്ന ശരത്തിനെ അങ്ങോട്ട് വിളിച്ചു. ഇങ്ങോട്ടേക്ക് വാടാന്ന് പറയണം. അവൻ അങ്ങോട്ടേക്ക് വന്നു. ഇതങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് എഴുതാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശരത്ത് പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെ എഴുതാനോ? പിന്നല്ലാതെ ഞാൻ പറയുന്ന പോലെ അല്ലാതെ പിന്നെ നീ പറയുന്ന പോലെ ആണ്ട എഴുതുന്നേ. അത് കേട്ടപ്പോ ആന്റണി പറഞ്ഞു, എന്താടാ നീ പറഞ്ഞേ? എന്തെഴുതുന്ന കാര്യം നീ പറഞ്ഞേ? മനസ്സിലായില്ലല്ലേ? എന്റെ ഫോണിനകത്തൊരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ വീഡിയോ ഞാൻ പോലീസിന് കൈമാറുവാണെങ്കിൽ നീ അകത്ത് കിടക്കും മോനെ ആന്റണി. 3 ലക്ഷം രൂപ ഒരുമിച്ച് എന്താണല്ലോ ഇവർക്ക് തരാൻ പറ്റില്ല. അത് ഹട്ടമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് സുധീഷിനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എത്ര രൂപ വെച്ച് കൊടുക്കാൻ പറ്റും ഒരു മാസം? സുധീഷ് പറഞ്ഞു, ഒത്തിരി രൂപയൊന്നും കൊടുക്കാൻ പറ്റില്ല. എനിക്കൊരു ചെറിയ ജോലിയുള്ളൂ. ആ ജോലിക്ക് അതിന് വീട്ടു ചെലവും കഴിഞ്ഞ് കുറച്ച് തുക കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു എമൗണ്ട് അങ്ങോട്ട് പറഞ്ഞു. ആ എമൗണ്ട് ഒരു മാസം വെച്ച് നിനക്ക് തരൂ ആന്റണി. കുറെ പലിശ എന്ന് പറഞ്ഞ് നീ വാങ്ങിച്ചെടുത്തല്ലേ. ഫുൾ എമൗണ്ട് ഒരുമിച്ച് തരായിരുന്നു ഇവരുടെ കയ്യിലില്ല. മാസാമാസം കുറേശ്ശെ തന്നു തീർക്കും. നിനക്ക് സമ്മതമാണോ? ആന്റണി പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് സമ്മതമല്ല. സമ്മതമല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിനെ വിളിക്കാം. പോലീസ് വരട്ടെ, കാര്യങ്ങൾ തീരുമാനമാവട്ടെ. എടാ, പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ഇപ്പം നിരോധിച്ചിരിക്കുമെന്ന് നിനക്കറിയാലോ. അതും ബ്ലേഡ് പലിശയ്ക്ക്. എത്ര രൂപ നിനക്ക് പലിശ കിട്ടിയിടാ? മുതലിനേക്കാളും കൂടുതൽ പലിശ കിട്ടിയില്ലേ? എന്നിട്ടാണോടാ നീ വീണ്ടും ഈ പാവങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നേ? മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചോ? അത് കേട്ടപ്പോ ആന്റണിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയം ശരത്തിനോട് പറഞ്ഞ് എഴുതടാന്ന് പറയണ. അങ്ങനെ ഒരു വെള്ള പേപ്പറിൽ എഴുതിക്കുക. അല്ലെങ്കിൽ നാളെ മിക്കവാറും അവൻ വന്നിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അപ്പൊ പേപ്പറിൽ അവന്റെ സൈൻ മേടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മാസം എത്ര രൂപ വെച്ച് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരുമിച്ച് അയാൾ വന്ന് വീണ്ടും വീണ്ടും ചോദിക്കും. അങ്ങനെ ശരത്തിനെ കൊണ്ട് എഴുതിച്ചു. ഒടുവിൽ ആന്റണിയോട് ഒപ്പിടാൻ പറഞ്ഞു. ആന്റണിക്ക് ഒപ്പിടാതിരിക്കാൻ പറ്റില്ല. ഒപ്പിട്ടില്ലെങ്കിൽ സച്ചി നല്ല പെട കൊടുക്കുന്നറിയാം. അത് മാത്രമല്ല, സച്ചി ഇനിയിപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ പോയാൽ തന്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാവും. അതുകൊണ്ട് ആന്റണി സൈൻ ചെയ്തു. ഒടുവിൽ ആ പേപ്പർ വാങ്ങി സുധീഷിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇതെടുത്ത് വെച്ചോ. ഇനി ഇവനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകത്തില്ല. പിന്നെ മാസം കാശ് കൊടുത്താൽ മതി. നിങ്ങളെ കൊണ്ട് കയ്യിലുണ്ടാകുന്ന പോലെ കൊടുത്താൽ മതി. അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഒത്തിരി നന്ദിയുണ്ട് ചേട്ടാന്നൊക്കെ പറയാം. സച്ചി പറഞ്ഞു, എന്തിന് നന്ദിയുടെ കാര്യമൊന്നുമില്ല. അങ്ങനെ സച്ചി പുറത്തേക്ക് വരുമ്പോൾ ശരത്ത് അവിടെ മാറി നിൽക്കുന്നുണ്ട്. ശരത്തിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എടാ, നീ നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. നീ നന്നാവത്തില്ലടാ. ഈ ജന്മത്തിൽ നന്നാവാൻ പോകത്തില്ല. ഇനി എന്നെങ്കിലും ഒരിക്കല് നിനക്ക് കുറ്റബോധം തോന്നും. നീ ഇപ്പൊ ഈ ചെയ്ത് കൂട്ടുന്ന കാര്യമൊക്കെ ഓർത്തിട്ട്. അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു, കുറ്റബോധം എനിക്കാ? തോന്നൂടാ. ഇപ്പോഴത്തെ ഈ ചോരത്തിളപ്പില് നീ കിടന്ന് കളിക്കുന്ന. പക്ഷേങ്കിൽ ഇതങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നിനക്ക് തോന്നും നീ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ എത്രമാത്രം വലുതാന്ന്. ചെറിയ കാര്യമൊന്നും അല്ല നീ ചെയ്യുന്നത്. നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നില്ല. കുറച്ചുനാൾ മുമ്പ് ഗജാനന്ദൻ നിന്റെ വീട്ടിൽ കയറി ഇറങ്ങിയപ്പോ നീ എത്രമാത്രം വേദനിച്ചിരുന്നു. അതേ വേദന ഇപ്പൊ ഈ വീട്ടുകാരനുഭവിക്കുന്നത്. നാളെ നിനക്ക് ഇതുപോലെ ഒരു ഗതി ഉണ്ടാകുമ്പോൾ വീണ്ടും നീ പഠിച്ചോളും. അത് കേട്ടപ്പം ശരത്തൊന്നും മിണ്ടിയില്ല. സച്ചി അവനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ആന്റണി വന്നിട്ട് പറഞ്ഞു, അവൻ ഒറ്റൊരുത്തം കാരണം ഇപ്പം അല്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ആ പണം വാങ്ങിച്ചെടുക്കായിരുന്നു. ശരത്ത് പറഞ്ഞു, തൽക്കാലത്തേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. പ്രശ്നം ഉണ്ടാക്കാൻ പോയാ നമ്മുടെ പണി വാളും. അറിയാലോ, പോലീസ് കേസും മറ്റും ആയാൽ പിന്നെ വീണ്ടും അകത്താവേണ്ട വരും. അതെ, അതുകൊണ്ട് മാത്രം ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത്. അവന്റെ ഫോണിനകത്ത് ആ വീഡിയോ ഉള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ അവനെ ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു. ഇതേ സമയം രേവതി പൂക്കച്ചവടത്തിന് പോവാണ്. അപ്പൊ പോകുന്ന സമയത്ത് ഗജാനന്ദൻ ചില പ്ലാനുകളൊക്കെ നടത്തി. ഗജാനന്ദന്റെ മനസ്സിൽ സച്ചിക്കിട്ടും രേവതിക്കിട്ടും ഒരു പണി കൊടുക്കണം. അപ്പൊ രേവതിക്കിട്ട് പണി കൊടുക്കുവാണെങ്കിൽ അത് സച്ചിക്കിട്ട് കൊള്ളൂന്നറിയാം. അതിന് വേണ്ടിയിട്ട് ഗജാനന്ദന്റെ ഗുണ്ടകളും കാത്തിരിക്കുകയാണ്. പിന്നീട് രേവതി പോകുന്ന സമയത്ത് രേവതിയുടെ സ്കൂട്ടിയുടെ പുറകെ പോയി വണ്ടി ഇടിപ്പിക്കുക. രേവതി റോഡിലേക്ക് മറിഞ്ഞു വീണു. രേവതിക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല. വണ്ടി അപ്പം തന്നെ പാഞ്ഞു പോവുകയും ചെയ്തു. ആൾക്കാരൊക്കെ ഓടിക്കൂടി. അടുത്ത് കൂടിയവരൊക്കെ രേവതിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ രേവതിയുടെ കാലിന് ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് അവിടെയുള്ളൊരു പുള്ളിക്കാരനാണ് രേവതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ചേട്ടനാണ് സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. സച്ചി അപ്പോൾ ആ സമയത്ത് ഓട്ടത്തിലായിരുന്നു. സച്ചിയോട് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം. രേവതിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സച്ചി ഞെട്ടിപ്പോയി. സച്ചി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാ. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രേവതിയുടെ കാലിൽ പ്ലാസ്റ്റർ ഇടാൻ വേണ്ടി കേട്ടിട്ടുണ്ടായിരുന്നു. രേവതിയുടെ കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. സച്ചിക്ക് സഹിച്ചില്ല. ഭയങ്കര വിഷമമായി പോയി. രേവതിക്ക് ഇങ്ങനെ അപകടം സംഭവിക്കുമെന്ന് അറിയില്ല. ഒരു വണ്ടി വന്ന് ഇടിച്ചാന്ന് മാത്രം അറിയാം. ഏത് വണ്ടിയാ, എന്ത് വണ്ടിയാ, അങ്ങനത്തെ കുറിച്ചൊന്നും കാര്യങ്ങളൊന്നും സച്ചിക്കും അറിയില്ലായിരുന്നു.
അതേസമയം രേവതിയോട് ചോദിച്ചിട്ട് രേവതിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളും അറിയത്തില്ല. എന്നെ വണ്ടിയെ വന്ന് ഇടിച്ചോന്ന് പോലും അറിയത്തില്ല. വണ്ടി വന്ന് ഇടിച്ച് മറിഞ്ഞു പോയെന്ന് മാത്രം അറിയാം. കാലിന് ഫ്രാക്ചറുടെ വേദനയും വിഷമം കൊണ്ടും രേവതിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. സച്ചി പറഞ്ഞ് പേടിക്കണ്ട, വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ മീരയാണ് ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ശ്രുതിയുടെ ഫോണിലേക്ക് വിളിച്ച് ശ്രുതി ചോദിച്ചു, എന്താടി, എന്താ വിളിച്ചേ? അല്ല, നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്ത്? രേവതിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റോ എന്ന് ചോദിച്ചു. അപ്പൊ നീ അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. നീ എങ്ങനെ അറിഞ്ഞേ? അതെ, എൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഞാൻ കാണാൻ പോയ സമയത്താണ് രേവതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ കണ്ടതാ. അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. ആക്സിഡന്റ് എന്നൊക്കെ പറയുന്ന രവീന്ദ്രൻ കേട്ടു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ട് ശ്രുതി കോള് കട്ട് ചെയ്യുക. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, അല്ല മോളെ, ആക്സിഡന്റ് എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, ആർക്കാ ആക്സിഡന്റ്? എന്ത് പറ്റിയതാ? ശ്രുതി പറഞ്ഞു, അത് രേവതിക്ക് ആക്സിഡന്റ് ആയി. രേവതി മോൾക്ക് ആക്സിഡന്റ് ആയിരുന്നോ? എവിടെ വെച്ച്, എപ്പം, എന്താ സംഭവിച്ചേ? അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇപ്പൊ മീരയെ വിളിച്ചു പറഞ്ഞേ ഹോസ്പിറ്റലുണ്ട്. അയ്യോ, എന്നിട്ട് ഒന്നും അറിഞ്ഞില്ലല്ലോ അതിനെക്കുറിച്ച്. അല്ല, മോളും വിളിച്ചില്ലല്ലോ. അല്ല, രേവതിക്ക് ചിലപ്പോൾ വിളിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കും വെച്ചാ, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തെ. ദൈവമേ, എന്റെ മോൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാ? അതൊക്കെ ഓർത്തുകൊണ്ട് രവീന്ദ്രൻ അങ്ങ് സെറ്റിയിലേക്ക് ഇരിക്കുക. വല്ലാത്ത ടെൻഷനായിപ്പോയി. അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. വർഷയും ശ്രീകാന്തും വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ കാര്യങ്ങൾ പറയണം ആക്സിഡന്റ് ആയെന്ന്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അല്ല, രേവതി ചേച്ചി എന്നെ വിളിക്കും എന്തെങ്കിലും ചെയ്തോ? അതെങ്ങനെയാ വിളിക്കണേ? ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ രേവതി ചേച്ചിക്ക് വിളിക്കാൻ പറ്റുമോ? ഞാൻ സച്ചിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് ശ്രീകാന്ത് പെട്ടെന്ന് സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുക. വിളിച്ചിട്ട് ചോദിച്ചു, സച്ചിയേട്ടാ, എന്താ പറ്റിയത്? അല്ല, ചേച്ചിക്ക് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞല്ലോ. എടാ, അതൊരു വണ്ടി വന്ന് തട്ടിയതാ. കാല് ഫ്രാക്ചർ ഉണ്ട്. ഫ്രാക്ചർ ഉണ്ടോ? അതെ, ഫ്രാക്ചർ ഉണ്ട്. നോക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ എന്താ പറയണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് സച്ചി കോള് കട്ട് ചെയ്തു. രവീന്ദ്രൻ ഇതറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. പാവം എൻ്റെ മോള്, ദൈവമേ, അവൾക്ക് കാലിന് ഫ്രാക്ചർ ആണിപ്പോൾ എന്ത് ചെയ്യും? രവീന്ദ്രൻ അതൊക്കെ ഓർത്ത് നല്ല വിഷമമുണ്ട്. അപ്പോഴേക്കുമാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതി വന്നു കഴിഞ്ഞപ്പോൾ വർഷ ഈ കാര്യങ്ങൾ പറഞ്ഞു. രേവതേച്ചിക്ക് ആക്സിഡന്റ് ആയിരുന്നു. അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അല്ലെങ്കിലും അവൾക്കൊരു എല്ല് കൂടുതലായിരുന്നു. രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് കണ്ണിച്ചോരയുണ്ടോ ചന്ദ്രേ? നീ എന്ത് വർത്താനാ പറയണേ? നിനക്ക് മനസാക്ഷി എന്നൊരു കാര്യമുണ്ടോ? ഒരാൾക്ക് ഒരു വയ്യായിക വരുമ്പോൾ നീ ഇങ്ങനെയാണോ? ഇപ്പൊ നിനക്കായിരുന്നെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നേ? അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എനിക്കായിരുന്നെങ്കിലോ, എനിക്ക് അങ്ങനെ സംഭവിക്കൊന്നുമില്ല. ഓ, അങ്ങനെ സംഭവിക്കില്ല നീ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. രേവതി മോൾ എവിടെയെങ്കിലും കിടന്നുപോയാൽ അനുഭവിക്കാൻ പോകുന്ന നീയൊക്കെയാ. പിന്നെ ഞാനിപ്പോ അനുഭവിക്കാൻ പോന്നു. രവീന്ദ്രൻ പറഞ്ഞു, കാണാൻ നാളെ മുതൽ അവൾക്കൊരേ വയ്യായിക വന്നിട്ടുണ്ടെങ്കിലേ നീയൊക്കെ തന്നെ അടുക്കള കയറേണ്ടി വരും. നീയൊക്കെ ഇവിടെ കിടന്ന് പെടാപ്പാട് വിടും. അപ്പോഴാണ് ചന്ദ്രമതി അതിനെക്കുറിച്ച് ചിന്തിച്ചേ. അത് ശരിയാണല്ലോ. അങ്ങനൊരു ചിന്ത മനസ്സിലേക്ക് വരിക. ചന്ദ്രമതി പറഞ്ഞു, ഏത് സമയത്താണോ എന്തോ. രവീന്ദ്രൻ പറഞ്ഞു, ഇനി നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. പാവാ കൊച്ച്. അതിനല്ലെങ്കിൽ തന്നെ രാവിലെ എഴുന്നേറ്റ രാത്രി വരെ റെസ്റ്റ് ഇല്ലായിരുന്നു. ദൈവമായിട്ട് ചിലപ്പോൾ അതിന് റെസ്റ്റ് കൊടുത്താന്ന് എനിക്ക് തോന്നണേ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, നിങ്ങളതല്ല, അതിനപ്പുറം പറയുമെന്ന് എനിക്കറിയാം. അല്ല, അവൾക്ക് കാലിന് ചെറിയ ഫ്രാക്ചറൊക്കെ ഉള്ള കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ജോലിയൊക്കെ ചെയ്യാനേ. അതിന് ജോലി ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു, അമ്മ എന്ത് വർത്താനാ പറയണേ? എന്ത്? അല്ല, അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു? കാല് വയ്യാതിരിക്കുന്ന ഒരാൾ അടുക്കള കയറി ജോലി ചെയ്യാനോ? നല്ല കഥയെ. വർഷം നമുക്കൊരു കാര്യം ചെയ്യാം ശ്രീകാന്തെ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അവര് പുറത്തുനിന്നുള്ള കഴിക്കുന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ചന്ദ്രമതിയുടെ രവീന്ദ്രൻ കാര്യത്തിൽ ഇച്ചിരി പ്രശ്നമുള്ളൂ. അത് മാത്രമല്ല, ഇനിയിപ്പോ രേവതിക്ക് വയ്യെങ്കിൽ രേവതിക്കും വെച്ച് ഉടമ്പി കൊടുക്കേണ്ടി വരും. അതൊക്കെ ചിന്തിച്ചപ്പം ചന്ദ്രമതിക്ക് സഹിച്ചില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പം സച്ചി രേവതിയും കൊണ്ട് വീട്ടിലേക്ക് വരിക. അപ്പൊ രേവതിയുടെ കാലിന് ഫ്രാക്ചറായി. രേവതിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ രേവതിനെ എടുത്തോണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആ സമയത്ത് രവീന്ദ്രനൊക്കെ ഓടിച്ചെന്നു. രവീന്ദ്രൻ നോക്കിക്കഴിഞ്ഞപ്പോൾ രേവതിയുടെ കാലം ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടേക്കുക. രവീന്ദ്രന്റെ സങ്കടമായിപ്പോയി. വർഷ ശ്രീകാന്തം ഒക്കെ വന്നു. ചന്ദ്രമതി ഒരു പുച്ഛഭാവത്തിൽ ഇങ്ങനെ നോക്കി. സച്ചി പിന്നീട് രേവതിയെ കൊണ്ട് അകത്തേക്ക് കിടത്തി. ആ സമയം രവീന്ദ്രൻ എന്നിട്ട് എന്താ മോളെ, ഇത് എന്ത് പറ്റിയത്? അത് സൂക്ഷിച്ചും കണ്ടും ഒക്കെ പോവണ്ടായിരുന്നോ? അതൊരു വണ്ടി വന്ന് ഇടിച്ചാച്ചാ, ഞാൻ കണ്ടില്ല. അതാ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു നോട്ടമില്ല. നല്ല സ്പീഡായിരിക്കും. നമ്മൾ ഒതുങ്ങിപ്പോയില്ലെങ്കിൽ എപ്പോഴെന്തൊന്നും പറയാൻ പറ്റില്ല. സച്ചി പറഞ്ഞു, ഇത് മനഃപൂർവ്വമുള്ള ആക്സിഡന്റ് ആണെന്ന് തോന്നച്ചാ. എന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, വണ്ടി ഇടിച്ചിട്ട് നിർത്തുക പോലും ചെയ്തില്ല. അല്ലായിരുന്നെങ്കിൽ അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നോക്കില്ലേ. അവര് നിർത്തുക പോലും ചെയ്യാതെ പോയിരിക്കുന്നേ. സാരില്ല, ആരെ എന്താന്നൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. അതും പറഞ്ഞിട്ട് സച്ചി പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് വർഷയൊക്കെ രേവതിയുടെ അടുത്തേക്ക് വന്നു. രേവതി വന്നിട്ട് എങ്ങനെയുണ്ട് രേവതി ചേച്ചി, വേദനയൊക്കെ ഉണ്ടോ?
കുഴപ്പമില്ല, കുറച്ച് വേദനയുണ്ട്. സാരമില്ല, ഞാൻ വല്ല ചായ എന്തെങ്കിലും എടുത്തോണ്ട് തരണോ എന്നൊക്കെ വർഷ ചോദിച്ചു. വേണ്ട, കുഴപ്പമില്ല, എനിക്ക് നിശ്ചയം കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി അവിടെ കിടക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇനിയിപ്പം ചന്ദ്രമതിക്കിട്ടും ശ്രുതിക്കിട്ടും ഒക്കെ നല്ല പണിയെ കിട്ടാൻ പോകുന്നത്. അടുക്കള പണി ചില്ലറ കാര്യമല്ല അത്. ഇത്രയും ദിവസം രേവതിയായിരുന്നു അടുക്കള കിടന്ന് എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പൊ കാലനക്കാൻ പറ്റില്ലെങ്കിൽ രേവതിക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചന്ദ്രമതി ഇഷ്ടമാറായിരിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.